യെസ് ഗൈസ്, ഐ മേഡ് എ മിസ്റ്റേക്ക്. എനിക്കൊരു തെറ്റ് പറ്റി. യൂട്യൂബിൽ നമ്മളൊരു ചാനൽ നടത്തിക്കൊണ്ട് പോകുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? നമ്മൾക്ക് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കമന്റ് സെക്ഷനും ഉണ്ടാവും. ആൻഡ് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫൺ എക്സ്പെരിമെന്റ് ചെയ്ത് ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. സോ നമ്മൾ ഇന്ന് ഈ ഫോണിന്റെ പവർ ബാങ്ക് പോലെ ഉപയോഗിച്ച് ഈ 10,000 mAh വെച്ച് ഈ 10,000 mAhന്റെ ടാബ് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം വൈറലായി, അത്യാവശ്യം റീച്ചായി. അതിനകത്ത് ഞാൻ ഈ കാണുന്ന റിയൽമി P4 പവർ എന്ന് പറയുന്ന 10,001 mAh ബാറ്ററി ഉള്ള ഈ ഫോണിനെ ഒരു പവർ ബാങ്ക് ആയിട്ട് നമ്മൾ കണക്കാക്കുവാണെങ്കിൽ ഏകദേശം 10,000 mAh ബാറ്ററി ഉള്ള ഈ ഒരു ഐപാഡിനെ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നായിരുന്നു എക്സ്പെരിമെന്റ്. അങ്ങനെ എക്സ്പെരിമെന്റ് കഴിഞ്ഞപ്പോൾ ഐപാഡ് 100% ചാർജ് ആയില്ല, വെറും 60-61% മാത്രമേ ചാർജ് ആയുള്ളൂ. ഞാൻ ആ വീഡിയോയുടെ കൺക്ലൂഷൻ ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഈ ഒരു ഫോണ് ഇത് ഒരു 6,000 mAh പവർ ബാങ്ക് പോലെ മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. ഞാൻ കുറെ ആൾക്കാർ ഉടനെ പോയി തപ്പി എന്തുകൊണ്ടാണ് 60% മാത്രം ചാർജ് ആയത് എന്നുള്ളത്. യെസ്, ക്യൂരിയസ് പീപ്പിൾ, ഐ റിയലി അപ്രീഷിയേറ്റ് ദം. എന്നാൽ കുറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പോയി. കുറെ ആൾക്കാർക്ക് ഞാൻ മണ്ടനായി, ഞാൻ പൊട്ടനായി, ചിലർ എന്നെ സ്വയം എയറിലേക്കൊക്കെ കൊണ്ട് കയറ്റിയായിട്ട് പ്രഖ്യാപിച്ചു. കാരണം ഇതിനകത്ത് സിലിക്കൺ കാർബൺ ബാറ്ററി ആണല്ലോ. സ്റ്റിൽ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോജിക്, ബട്ട് സ്റ്റിൽ. ഞാൻ ഒരുപിടി ആൾക്കാർക്ക് ട്രിഗറായി ഞാൻ എന്തോ പ്രൊപ്പഗണ്ടയുടെ ഒരു വലിയ മനുഷ്യനാണെന്നും ഈ റിയൽമി 10,000 mAhന്റെ ഫോൺ ഇറക്കിയത് ആപ്പിളുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല, ആപ്പിളുകാർക്ക് അസൂയ മൂത്ത് ഐപാഡ് വെച്ച് ഇതിനെ കമ്പയർ ചെയ്ത് ഈ ഫോണിനകത്ത് ഇതൊക്കെ ഉള്ളൂ എന്ന് പറയിപ്പിച്ചതാണ് എന്ന് വരെ കമന്റ് വന്നു. എന്റെ ടിമ്മണ്ണനെ ഇതൊക്കെ അറിയുന്നുണ്ടാവും. ഈവൻ ചില ആൾക്കാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ശുദ്ധ മണ്ടത്തരമാണ്, ടോട്ടൽ മിസ്ഇൻഫർമേഷൻ, ഇങ്ങനെ ആളുകളെ എന്തിന് മണ്ടന്മാർ ആക്കുന്നു എന്ന്. സോ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണ് എന്ന് ഞാൻ പറയാം. കുറച്ച് ഡീപ്പായിരിക്കും, കുറച്ച് ടെക്നിക്കലായിരിക്കും, പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്മാർട്ട് ഫോണിലെ 2 mAhകളെ പറ്റിയാണ്. ഒന്നാമത്തേത് ടിപ്പിക്കൽ mAh, രണ്ടാമത്തേത് റേറ്റഡ് mAh. അതായത് ഈ റിയൽമി P4 പവറിനകത്ത് ടിപ്പിക്കൽ mAh എന്ന് പറയുന്നത് 10,001 അഥവാ 37.2 വാട്ട് അവർ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ആ ഒരു എനർജി. പക്ഷെ ഇതിന്റെ റേറ്റഡ് കപ്പാസിറ്റിയോ 9,750 mAh മാത്രമാണ്. അതായത് 36.27 വാട്ട് അവർ. അതെങ്ങനെ ഇതിനകത്ത് 2 mAh വന്നു എന്നല്ലേ? ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വയം റിയൽമിയുടെ വെബ്സൈറ്റിൽ ബാറ്ററി സെക്ഷനിൽ പോയി നോക്കാം. നിങ്ങൾക്ക് അവിടെ 2 mAh കാണും. നിങ്ങൾക്ക് പോയി നോക്കാൻ മടിയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ സ്ക്രീൻ റെക്കോർഡിംഗ് കാണിച്ചു തരാം. അപ്പോൾ എന്താണ് ഈ 2 റേറ്റിംഗ് എന്നല്ലേ? ടിപ്പിക്കൽ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് ഫോൺ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അവർ ലാബ് കണ്ടീഷനിൽ, അത് പെർഫെക്റ്റ് ഐഡിയൽ കണ്ടീഷനിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു റേറ്റിംഗ് ആണ്. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ ഒരു കാർ മേടിക്കാൻ പോകുമ്പോൾ മൈലേജ് എത്രയാണ് എന്ന് പറയുമ്പോൾ ഒരു പേപ്പറിൽ കാണിച്ചു തരും 23 km/ലിറ്റർ, 24 km/ലിറ്റർ എന്നൊക്കെ ഒരു സ്റ്റാർ ഇട്ടിട്ട്. എന്നാൽ ഈ റേറ്റഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നിത്യേന ഉപയോഗിക്കുന്ന സമയത്ത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് എത്ര കിട്ടും, അഥവാ മിനിമം ഇത്രയും കിട്ടും. കാർ വാങ്ങിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഇത്രയൊക്കെ പറയുമെങ്കിലും ഹൈവേസിൽ ഇത്ര കിട്ടുള്ളൂ, സിറ്റിയിൽ നിങ്ങൾക്ക് ഇത്ര കിട്ടുള്ളൂ, ആ ഒരു സെറ്റപ്പ്. സോ ഒരു 2% 3% വ്യത്യാസം ഉണ്ടാവും. ഇനി എൻ്റെ ഈ 13 ഇഞ്ച് ഐപാഡ് എയറിനകത്ത് ഏകദേശം 36 വാട്ട് അവറിന്റെ ബാറ്ററിയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 36.59 വാട്ട് അവർ. ഈ ഐപാഡ് ഏതാണ് എന്നുള്ളതൊക്കെ ഞാൻ വേണമെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് നോക്കാം. സോ ഓൺ പേപ്പർ റിയൽമിക്ക് ഏകദേശം 37.21 വാട്ട് അവർ എനർജി ഉണ്ട്. ഐപാഡിനാകെ 36.59 വാട്ട് അവർ മാത്രമേ ഉള്ളൂ. അതായത് ഈ ഫോണിന് ഇതിനേക്കാളും കൂടുതൽ ഇതിൻ്റെ ബാറ്ററിക്ക് എനർജി ഉണ്ട് എന്ന്. പക്ഷേ ഈ ബാറ്ററികൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചാർജ് ചെയ്യുന്നത് ഒരു കപ്പിൽ വെള്ളം കോരി ഒഴിക്കുന്നത് പോലെയാണോ? അല്ല. ഇപ്പോൾ ഒരു കപ്പിൽ 1 ലിറ്റർ വെള്ളമുണ്ട്, വേറൊരു കപ്പിലേക്ക് അത് ഒഴിക്കുവാണെങ്കിൽ 1 ലിറ്റർ മൊത്തത്തോടെ അങ്ങ് പോവും. സോ തിയററ്റിക്കലി വേണ്ട, ഹൈപ്പോതെറ്റിക്കലി 10,000 mAh ബാറ്ററി കൊണ്ട് ഒരു 10,000 mAh ബാറ്ററിനെ പൂർണ്ണമായും 100% ചാർജ് ചെയ്യാനായിട്ട് പറ്റണം. പക്ഷെ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അല്ല. വൈ? ഒരു സ്മാർട്ട് ഫോൺ ബാറ്ററി ഓപ്പറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് ഒരു 3.7 വോൾട്ട് തൊട്ട് 4.4 വോൾട്ട് വരെ പോകും. അതുകൊണ്ട് അതിനെ ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മിനിമം അതിനേക്കാൾ കൂടുതലുള്ളൊരു വോൾട്ട് വേണം. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ 5 വോൾട്ടാണ് ഉപയോഗിക്കുന്നത്. 5 വോൾട്ട് അല്ലെങ്കിൽ അതിന് മുകളിൽ എത്ര വേണമെങ്കിലും പോകും. ഓരോ കമ്പനി ഓരോ ടെക്നോളജി അനുസരിച്ച് മാറും. അപ്പോൾ ഈ ഫോണിൻ്റെ അകത്തുള്ള 3.7 to 4.4 വോൾട്ടിനെ നമ്മൾ 5 വോൾട്ടായിട്ട് കൂട്ടിയാലല്ലേ ഇതിനെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അപ്പോൾ ഈ ചെറിയ വോൾട്ടേജിനെ വലിയ വോൾട്ടേജ് ആക്കുമ്പോൾ 100% അങ്ങ് കൺവേർട്ട് ആവില്ല, കുറച്ച് ഹീറ്റ് ആയിട്ട് അങ്ങ് പോകും. സോ ഒരു 85 to 90 എഫിഷ്യൻസി വെച്ചാൽ മതി. ഒരു ആവറേജ് 88% കൂട്ടിക്കോ. ഇപ്പോൾ റിയൽമി നമ്മൾ റൗണ്ട് ആയിട്ട് 36 വാട്ട് അവറാണ് എടുത്തത്. ആ ഒരു 36 വാട്ട് അവറിന് 0.88 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എത്ര കിട്ടും? 31.7 വാട്ട് അവർ കിട്ടും. അതായത് ഏകദേശം 4 വാട്ട് അങ്ങ് ഹീറ്റ് ആയിട്ട് പോയി. ഇനി കറണ്ട് ഈ ഫോണിൽ നിന്ന് ആ ഫോണിലേക്ക് ഏറെ കൂടലല്ലോ പോകുന്നത്. അതൊരു മീഡിയം വേണം. നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയമാണ് ഈ ഒരു വയറിനകത്ത് കോപ്പർ ഉണ്ട്,
കോപ്പറും 100% കറണ്ട് കടത്തിവിടുന്ന ഒരു സാധനമല്ല, ഒരു 96% ഒക്കെയാണ് കടത്തിവിടുന്നത്. കുറച്ചൊക്കെ ഹീറ്റ് ആയിട്ട് പോകും. സോ നമ്മുടെ കയ്യിലുള്ള 31.7 വാട്ട് അവറിനെ ഈ ഒരു 0.96 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 30.4 വാട്ട് അവർ ആണ് നമുക്ക് ബാക്കി കിട്ടുന്നത്. സോ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്ഥാനത്ത് ഒരു പവർ ബാങ്ക് ആയിരുന്നു നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇത്രയേ ലോസ് വരുള്ളൂ. സോ 30.4 വാട്ട് അവർ വെച്ച് 36 വാട്ട് അവറിന്റെ ഐപാഡ് ചാർജ് ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, ചാർജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്രയും ലോസ് ആയി. ഇനി ഇതൊരു പവർ ബാങ്ക് ആണോ? അല്ല, ദിസ് ഇസ് എ സ്മാർട്ട് ഫോൺ. സ്മാർട്ട് ഫോണിന്റെ അത് നിങ്ങൾക്ക് ഒരു പവർ മാനേജ്മെന്റ് IC ഉണ്ടാവും, ബേസ് സിസ്റ്റം ഉണ്ടാവും. അത് ഏകദേശം 0.3 to 0.5 വാട്ട് എടുക്കും. പിന്നെ ഇതിന്റെ വൈഫൈ ഓൺ ആയിരുന്നു, സെല്ലുലാറും ഓൺ ആക്കാം. സോ ഐഡിയലി ഒരു 0.5 to 1 വാട്ട് അതെടുക്കും. ഇനി ബാക്ക്ഗ്രൗണ്ടിലുള്ള അല്ലറ ചില്ലറ പരിപാടികൾക്ക് ഒരു 0.5 വാട്ട് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒരു മണിക്കൂറിൽ ഏകദേശം 1.5 to 2 വാട്ട് അങ്ങ് പോകും. അപ്പോൾ ഏകദേശം 2 മണിക്കൂറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഏകദേശം 3 to 4 വാട്ട് പോകും. നമുക്കൊരു റൗണ്ട് ആയിട്ട് 3.5 വാട്ട് അവർ എടുക്കാം. അപ്പോൾ 30.4 ഈ 3.5 വാട്ട് അവറും കൂടെ കളഞ്ഞാൽ ഏകദേശം 27 വാട്ട് അവർ കിട്ടും. ഇനി ഈ ചാർജ് കയറാൻ പോകുന്ന ഐപാഡ് ഇത് സ്വിച്ച് ഓഫ് ആയിട്ടല്ലല്ലോ ഇരിക്കുന്നത്, ഇതും വർക്ക് ചെയ്യണ്ടേ. ടിപ്പിക്കലി ഐപാഡ് ഒക്കെ സ്ക്രീൻ അല്പം വലുതായിട്ടുള്ള കുറച്ചുകൂടി റിസോഴ്സ് ഹെവി ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് ചുമ്മാ ആയിരിക്കുമ്പോൾ ഏകദേശം 4 to 6 വാട്ട് ഇത് കൺസ്യൂം ചെയ്യും. ബാക്ക്ഗ്രൗണ്ടിൽ സിങ്കും ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ 2 മണിക്കൂറിൽ ഏകദേശം ഒരു 8 വാട്ട് അവർ കൂട്ടിക്കും. സോ നമ്മുടെ കയ്യിൽ 27 വാട്ട് അവറാണുള്ളത്. അതിനകത്ത് 8 വാട്ട് അവറും കൂടെ കുറച്ചാൽ ബാക്കി എത്രയുണ്ട്? 19 വാട്ട് അവറാണ് ബാക്കിയുള്ളത്. ഇനി ലിഥിയം ബാറ്ററികൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ ലിഥിയം ബാറ്ററി എന്ന് പറയുമ്പോൾ ലിഥിയം അയോൺ ബാറ്ററിയും വരും, സിലിക്കൺ കാർബൺ ബാറ്ററിയും വരും. കാരണം ഈ സിലിക്കൺ കാർബൺ എന്ന് പറയുന്നത് ആ ഒരു ആനോഡ് മാറ്റുക എന്നുള്ളതാണ്. സിലിക്കൺ കാർബൺ ബാറ്ററിയും ഒരു ലിഥിയം ബാറ്ററിയാണ്, നോർമൽ ലിഥിയം അയോൺ ബാറ്ററി ഒരു ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ എന്തായാലും ഈ ലിഥിയം ബാറ്ററികൾ ചാർജ് ചെയ്യുന്ന സമയത്ത് 100% അത് എഫിഷ്യൻ്റ് അല്ല. ആ ചാർജ് ആവുന്ന സമയത്ത് കുറച്ചൊക്കെ അങ്ങ് ഹീറ്റായിട്ട് പോകും. ഈ കുറച്ച് ഹീറ്റ് മെക്കാനിക്കൽ സ്ട്രെസ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ നിങ്ങളൊരു 95% എഫിഷ്യൻസി കൂട്ടിയാൽ മതി. സോ ഒരു 90 to 95 റഫ്ലി 92% എഫിഷ്യൻസി കൂട്ടിക്കോ. അപ്പോൾ 0.92 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ 19 വാട്ട് അവർ എന്നുള്ളത് 17.5 വാട്ട് അവർ ആയിട്ട് കുറഞ്ഞു. നമ്മൾ എവിടെ തുടങ്ങിയാന്ന് ഓർക്കണം. 36 വാട്ട് അവറിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 17 വാട്ട് അവറിൽ വന്ന് നിൽക്കുക. ഇനി നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്ന ഈ ടാബോ ഏകദേശം 36 വാട്ട് അവർ ഉണ്ട്. അപ്പോൾ ഈ 17.5 വാട്ട് അവർ വെച്ച് ഈ 36 വാട്ട് അവറിൻ്റെ ടാബ് ചാർജ് ചെയ്യുവാണെങ്കിൽ ഒരു 48% മാത്രമേ ഇതിനെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞ 48 എന്ന് പറയുന്നത് എക്സ്ട്രീം കേസാണ്. നമ്മളൊരു ടിപ്പിക്കൽ ആവറേജ് എടുക്കുവാണെങ്കിൽ ആ ഈ പറഞ്ഞ സ്റ്റെപ്പ് അപ്പിൻ്റെ DC to DC കൺവേർഷനിൽ ഒരു 0.88 കൂട്ടി, കേബിളിന് ഒരു 0.96, ലിഥിയം ബാറ്ററി 0.92. അപ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം 77% ആണ് വരുന്നത്. അപ്പോൾ ഈ 48ൻ്റെയും 77ൻ്റെയും ഒരു ആവറേജ് എടുക്കുവാണെങ്കിൽ 62.5% നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഐപാഡ് എത്ര ശതമാനം ചാർജ് ആയേ? 61%. ഇപ്പോൾ ഏകദേശം നമ്മൾ കണക്ക് കൂട്ടി അത്ര തന്നെയല്ല ഐപാഡ് ചാർജ് ആയിട്ടുള്ളൂ. ഇനി എളുപ്പം മനസ്സിലാക്കാനായി ഞാൻ ആ വീഡിയോ പറഞ്ഞ പോലെ 10,000 mAh 100% കൂട്ടുവാണെങ്കിൽ 60% 6,000 mAh ആയിട്ട് കൂട്ടാം. അതായത് ടെക്നിക്കലി നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള 10,000 mAh ബാറ്ററിനെ അഥവാ ഈ സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിക്കല്ലാതെ ഒരു പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ ഇതിനകത്തുള്ള 10,000 mAh ബാറ്ററിയിൽ വെറും 6,000 mAh ബാറ്ററി മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് സിലിക്കൺ കാർബൺ ബാറ്ററി തന്നെ വേണമെന്നില്ല. ഈ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ലിഥിയം അയോൺ ബാറ്ററി ആയാലും ഏത് ബാറ്ററി ആയാലും 10,000 mAh ആണെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു എനർജി ഡിസ്ചാർജും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 6,000 mAh പ്രാക്ടിക്കലി ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഈ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് 10,000 mAh ബാറ്ററി ഇല്ല എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ? അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയില്ലേ? ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ് ഇൻഫർമേഷൻ ആയിട്ട് അഥവാ ഞാൻ തെറ്റായിട്ട് പറഞ്ഞായിട്ട് തോന്നിയോ? ഉള്ള കാര്യമാണോ ഞാൻ പറഞ്ഞത്? ഈ ഒരു കാര്യം നമ്മൾ ഷോർട്ട് വീഡിയോയിൽ പറയുന്ന സമയത്ത് അത് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയായിരിക്കും നടക്കുന്നത് എന്ന് ചിന്തിക്കാതെ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് അന്വേഷിക്കാനുള്ളൊരു ക്ഷമ പോലും ഇല്ലാതെ എന്തിനാണ് ചുമ്മാ കമൻറ്റ് ബോക്സിൽ വന്ന് മണ്ടാന്നും പൊട്ടാന്നും ഏറി കയറ്റിന്നും അതും ഇതും കമൻറ്റ് ചെയ്യേണ്ട എന്താ കാര്യമുള്ളത്? എനിക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ബിക്കോസ് ഓഫ് യുവർ കമൻറ്റ് ഐ വാസ് ഏബിൾ ടു എഡ്യൂക്കേറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ. കുറേ ആൾക്കാർക്ക് ഇത് എന്താണ് സംഭവം എന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അത് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർ അത് സുഖമായിട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇനി എനിക്ക് പറ്റിയ തെറ്റെന്താണെന്നല്ലേ? എനിക്ക് പറ്റിയ തെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് കാണുന്ന ആൾക്കാർ അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവാണ്. അത് കുറഞ്ഞു വരുവാണ്. സോ അവർക്ക് ആ ഒരു ക്ഷമയില്ല, എന്താണെന്ന് മുഴുവൻ ഗ്രാസ്പ് ചെയ്യാനുള്ളൊരു ക്ഷമയില്ല, എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ക്ഷമയില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഈ ഫോണിൻ്റെ അകത്ത് 10,000 mAh ബാറ്ററി ഇല്ല, അവർ പറ്റിക്കുവാണ്, 6,000 mAh ഉള്ളൂ എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു ഫോണിനെ പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ എന്ന് എടുത്ത് പറഞ്ഞു, പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ ഇത്രയാണ് കിട്ടുന്നതെന്ന് കാണിച്ചും തന്നു. അത് മനസ്സിലാക്കാനുള്ള എന്താ പറയുക, ഒരു പേഷ്യൻസ് ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ മറന്നുപോയി. സോ പറ്റുമെങ്കിൽ ഇഫ് യു ആർ ക്യൂരിയസ് ഇതിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുക.
ഞാൻ ഈ കമൻറ്റുകൾ വായിച്ച സമയത്തുണ്ടല്ലോ, ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത്, പക്ഷേ ഇതൊക്കെ 10 കൊല്ലം മുന്നേ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ് പഠിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അന്നൊക്കെ നമ്മൾ എഡ്യൂക്കേറ്ററായിട്ട് ഏകദേശം 2 കൊല്ലം നമ്മൾ എഡ്യൂക്കേറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് അത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതായത് ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ നമ്മളൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ്സിനകത്ത് ഓൾമോസ്റ്റ് സിമിലർ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണുള്ളത്. അതുകൊണ്ട് അതിനകത്ത് ചില ആൾക്കാർക്ക് നല്ല കാലിബർ ഉണ്ടാവും, പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ചില ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പാടായിരിക്കും. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും, പക്ഷേ അത് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ലേമാൻ രീതിക്കൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് പോകാറാണ് പതിവ്. ബട്ട് ഇൻ യൂട്യൂബ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നത് ചെറിയ പിള്ളേർ തൊട്ട്, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ തൊട്ട് കോളേജിലേക്ക് ചേർന്ന പിള്ളേർ തൊട്ട് പ്രായമുള്ളവർ, സീനിയർ സിറ്റിസൺസ് എല്ലാവരും കാണുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളത് ദാറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ്. ബട്ട് സ്റ്റിൽ മാക്സിമം നമ്മളൊരു കോമൺ മാനിന് മനസ്സിലാവുന്ന രീതിക്ക് വീഡിയോസ് ഉണ്ടാക്കി പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ബട്ട് ഇഫ് യു വാണ്ട് മോർ സച്ച് ഇൻഡെപ്ത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ടില്ല, പക്ഷേ ഇനിയും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന എക്സ്പ്ലനേറ്ററി ടെക്നോളജി വീഡിയോസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫുൾ ഇൻഫോർമേറ്റീവ് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.